സൂപ്പർ ഹീറോസ് നമ്മുടെ കൂടെ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് എന്തായിട്ടൊരു സന്തോഷമില്ലായ്മ. സന്തോഷത്തിന്റെ കുറവൊന്നുമില്ല, ടെൻഷനായിട്ടാ. ടെൻഷനോ? ആംബുലൻസ് ഓടിക്കുന്നതിനേക്കാൾ ടെൻഷൻ അല്ലേ? അല്ല, ഒരു കാര്യം, ആംബുലൻസ് ഓടിക്കുമ്പോ ഇത്രയും വലിയ ടെൻഷനല്ലോ, സ്റ്റേജിൽ കയറിക്കുമ്പോ. അല്ല, ഒരു കാര്യം പറയട്ടെ, നമ്മൾ യൂഷ്വലി ഞാൻ അങ്ങനെ ഇവരെ കുറെ നേരമായിട്ട് നോക്കണ്ടായിരുന്നു. നമ്മൾ ആംബുലൻസിൽ ഓഫ് കോഴ്സ് നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയോ അല്ലെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടോ ആർക്കെങ്കിലും വേണ്ടി നമ്മൾ അതിൽ കയറുമല്ല. നമ്മൾ ഇന്ന് വരെ ഡ്രൈവേഴ്സിനെ നോട്ട് ചെയ്തിട്ടില്ല. സത്യം, ഇന്ന് വരെ ഒരു ആംബുലൻസ് ആ സൈറൻ അല്ലാതെ അതിലെ ആൾക്കാർ ഈ ഡ്രൈവറിൻ്റെ ടെൻഷൻ, അവരുടെ സ്ട്രെസ്സ് അല്ലാതെ അവർക്കൊരു ഒരു എന്താ പറയുക, ഒരു എയിമുണ്ട്, ഒരു ഇത് എപ്പോൾ എത്തണം, ടൈം, സമയം എല്ലാം കുറവാണ്. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ഇത്രയും ഡ്രൈവേഴ്സ് മീൻസ് അമേസിങ്, ഇറ്റ്സ് ഹാറ്റ്സ് ഓഫ് നിങ്ങളുടെ ആ സ്ട്രെസ്സ്. പക്ഷെ നിങ്ങൾ സാധാരണ മനുഷ്യന്മാരാണ്, ചിരിക്കാണ്. ഈ സച്ച് എ യങ് ബോയ്. എന്താ പ്രായം? എനിക്കോ? എനിക്ക് 41. യങ് ബോയ് അങ്ങനെയല്ല, 41 എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴാ തുടങ്ങിയത്? 10 വർഷം. ഇപ്പൊ ഞാൻ ആംബുലൻസ് ഓടിക്കാൻ തുടങ്ങിയിട്ട് 9 വർഷമാകുന്നു. 10 വർഷം ഒന്ന് പിടിച്ചോളൂ. മീൻസ് അത് അത്ര നമ്മുടെ അലീന 30, 35, 85 അതിന് നമുക്ക് സംസാരിക്കണ്ടേ? 31 സെയിം ആ ഏജിൽ അങ്ങനെ ഒരു ചിന്ത വന്നൂല്ലോ നിങ്ങളുടെ മനസ്സിൽ, ദാറ്റ് നിങ്ങൾക്ക് സൊസൈറ്റിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ഇറ്റ്സ് എ ബിഗ് തിങ്, എ ബിഗ്, എന്താ പറയുക, എത്ര കൈയടിച്ചാലും. ആദ്യമായിട്ടാണ് ഞാൻ നമ്മൾ പറയുക ആംബുലൻസ് ഡ്രൈവേഴ്സ്മാരെ കാണുന്നത്. റിയലി സൂപ്പർ, ഹാർട്ട് ഫെൽ താങ്ക് യു. ഞങ്ങളുടെ കൂടെ എങ്ങനെയുണ്ടെന്ന് അടിച്ചു വിളിച്ചില്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ശരിക്കും പറഞ്ഞാല് ആരും അറിയാതെ പോയ കുറെ ആൾക്കാരാണ് ഞങ്ങള്. ശ്വേത ചേച്ചി പറഞ്ഞ പോലെ കറക്റ്റാണ് ശ്വേത ചേച്ചി പറഞ്ഞത്. ഞങ്ങൾ ഒരുപാട് ജീവൻ രക്ഷിച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങളെ ആരും ശ്രദ്ധിച്ചിട്ടില്ല, അഭിനന്ദിച്ചിട്ടില്ല, ഞങ്ങളെ തേടി എത്തിയിട്ടില്ല. പക്ഷേങ്കിൽ ഇത് ഞങ്ങൾ വലിയൊരു അംഗീകാരമായിട്ട് എടുക്കുന്നത്. കാരണം അമൃത ചാനൽ പോലുള്ള ഈ കോമഡി മാസ്റ്റേഴ്സ് പോലുള്ള ഈ വലിയൊരു ഫ്ലോറിൽ വന്ന് ഞങ്ങൾക്ക് നിൽക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഒരു ഫീൽഡ് കൊണ്ടാണ്. അതുപോലെ ശ്വേത ചേച്ചിയെ പോലുള്ള മലയാളത്തിലെ വലിയൊരു സെലിബ്രിറ്റിയുടെ കൂടെ ഈ നിൽക്കുന്ന എല്ലാ സെലിബ്രിറ്റികളാണ്. ഇവരുടെ കൂടെ നിൽക്കാൻ ഒരിക്കലും നമ്മൾ സ്വപ്നം കാണാത്ത ഒരു വേദിയായത്. ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അവാർഡായിട്ട് ഞങ്ങളിത് കാണുന്നു. ഞങ്ങളെ കാണാതെ പോയ, ഞങ്ങളെ ശ്രദ്ധിക്കാതെ പോയവർക്ക് ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞങ്ങൾ ഈ അമൃത TV-യുടെ ഈ കോമഡി മാസ്റ്റേഴ്സ് പരിപാടി ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ കാണുന്നു. ഒരു കാര്യം കൂടെ ഉണ്ട്, ഞങ്ങളെക്കാട്ടിലേക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്ത ഞങ്ങളുടെ സീനിയർ ഡ്രൈവർമാരുണ്ട്. അവർക്കെല്ലാം വേണ്ടി ഞങ്ങളിത് സമർപ്പിക്കും. ഞങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളെ ചെയ്തിട്ടുണ്ടാകത്തുള്ളൂ. ഞങ്ങളെക്കാട്ടിലേക്ക് ആയിരക്കണക്കിന് നന്മകൾ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ആംബുലൻസ് സഹോദരങ്ങൾക്കെല്ലാം വേണ്ടി ഞങ്ങൾ ഈ ഒരു അവസരം ഒരു അഭിനന്ദനം പറയുന്നു. അവർക്കെല്ലാവർക്കും ഞങ്ങളുടെ ഈ എപ്പിസോഡ് കേരളത്തിലെ എല്ലാ ആംബുലൻസ് ഡ്രൈവേഴ്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. ഇത് ചെറിയൊരു ഡെഡിക്കേഷൻ മാത്രമല്ല, ഒരു വലിയ ഡെഡിക്കേഷൻ തന്നെ നമുക്ക് നൽകാമെന്ന് എനിക്ക് തോന്നുന്നു ശ്വേത ചേച്ചി. കാരണം ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആരാന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടില്ലാണ്ട് ശ്വേത ചേച്ചി പറഞ്ഞോളൂ. അല്ല, ഒന്നും പറയാനില്ല. എല്ലാ ആംബുലൻസ് ഡ്രൈവേഴ്സ്മാർക്കും വേണ്ടി നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ ഒരു എന്താ പറയുക, നിങ്ങൾ വഴി ഞാൻ അവർക്ക് കൊടുക്കുകയാണ്, ഇത് സമർപ്പിക്കുകയാണ്. ഓക്കെ, യെസ്, ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു വാക്ക് ഉണ്ട് അല്ലേ? നിങ്ങൾ സാധാരണ ആംബുലൻസും കൊണ്ട് സ്പീഡിൽ പോകുന്നുള്ളത് അറിയാം. നിങ്ങൾ എല്ലാവരും ചേർന്ന് അവിടെ വരെ നടന്നിട്ട് തിരിച്ചു വരട്ടെ, കാണട്ടെ ആരും നടത്താം. ക്യൂട്ടി ദ ഹാൻഡ് വാഷ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പറും കൂടെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. യെസ്, പ്ലീസ് റിസീവ് ദാറ്റ്. അപ്പൊ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ വീട്ടുകാരെ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇത് വീട്ടിൽ കൊണ്ട് കൊടുക്കണം എല്ലാവരും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനിയും ജോയിൻ ചെയ്യുക. ബാക്കിയുള്ള ഡ്രൈവേഴ്സിനോടൊക്കെ ഞങ്ങളുടെ അന്വേഷണം പറയാം. ആൻഡ് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ നന്ദി പറയാണ്. ഞങ്ങളുടെ ജീവിതം ശരിക്കും നിങ്ങളുടെ കൈകളിലാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഞാനൊന്ന് സെന്ററിൽ പോകട്ടെ, കാരണം ഇനി ഞങ്ങൾ കയ്യേറാൻ പോവുകയാണ്. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ, ചിരിയുടെ എപ്പോഴത്തെയും കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിൽ, അതായത് നമ്മുടെ അമൃത TV-യുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ കയ്യിൽ ഭദ്രമാണ്. ഇത് പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.